ഗവൺമെന്റ് പ്ലീഡർമാരെ മാറ്റില്ല. KSUവിന്റെ ആവശ്യം തള്ളി VD സതീശൻ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ഗവൺമെന്റ് പ്ലീഡർമാരെ മാറ്റണമെന്ന KSUവിന്റെ ആവശ്യം തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും ആശങ്കകളും മുഖ്യമന്ത്രി അറിയിച്ചുവെന്ന് അലോഷ്യസ് സേവ്യർ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി VD സതീശൻ ക്ഷമാപൂർവ്വം കേട്ടു. ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. എന്ത് തീരുമാനം എടുക്കുമെന്നത് മുൻകൂട്ടി പറയാനാണ്. KSUവിന്റെ താൽപര്യം പരിഗണിച്ച് തീരുമാനം ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധത്തിന് നേരെ പോലീസ് ലാത്തിചാർജ്. പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയതോടെ തലസ്ഥാന നഗരി പ്രക്ഷുബ്ധമായി. ഇതിനിടെ സഫ്ദർജംഗ് ആശുപത്രിയിൽ കഴിയുന്ന കാലാവസ്ഥാ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ അഭ്യർത്ഥന മാനിച്ച് CJP സ്ഥാപകൻ അഭിജിത്ത് ദിബ്കെ തന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. അന്ധവിശ്വാസത്തിന്റെ പേരിൽ അയൽവാസികളായ അമ്മയും മകനെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നെന്മാറ പൊന്തുട്ടി സ്വദേശി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതിക്ക് യാതൊരുവിധ മാനുഷിക പരിഗണനയും നൽകരുതെന്നും വധശിക്ഷ തന്നെ നൽകണമെന്നും പ്രോസിക്യൂഷനും കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളും കോടതിയിൽ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് പെയ്യുന്ന മഴയുടെ പശ്ചാത്തലത്തിൽ വരും മണിക്കൂറുകളിലെ മഴ മുന്നറിയിപ്പുകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തി. പുതുക്കിയ നിർദ്ദേശപ്രകാരം മലപ്പുറം, തൃശൂർ എന്നീ 2 ജില്ലകളിൽ കൂടി പുതിയതായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം എന്നീ ജില്ലകൾക്ക് പുറമെ ഒടുവിൽ പ്രഖ്യാപിച്ച 2 ജില്ലകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 8 ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ട് നിലവിലുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച നികുതി ഇളവുകൾ നഷ്ടം നികത്താൻ പര്യാപ്തമല്ലെന്നും മിനിമം ചാർജും കൺസെഷനും നിരക്കും വർദ്ധിപ്പിക്കണമെന്നും സ്വകാര്യ ബസ് ഉടമകൾ. സംസ്ഥാന സർക്കാരിന്റെ KSRTC സൗജന്യ യാത്രാ പദ്ധതി സ്വകാര്യ ബസ് മേഖലയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാഴ്ത്തുന്നുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വൻ കുറവ് മൂലം പ്രതിദിനം ആയിരക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടമാണ് ഓരോ സ്വകാര്യ ബസ്സിനും ഉണ്ടാകുന്നതെന്നും ബസ് ഉടമകൾ പറയുന്നു. സംസ്ഥാനത്തെ പുതിയ സർക്കാർ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത തർക്കങ്ങൾ പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക്. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് നേതൃത്വം തന്നെ മുഖ്യമന്ത്രി VD സതീശനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തി. RSS അനുകൂലികളായ അഭിഭാഷകർ പട്ടികയിൽ ഇടം പിടിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണെന്നാണ് സംഘടനയിലെ ഒരു വിഭാഗം നേതാക്കളുടെ പ്രധാന വിമർശനം. വിവാദമായ പ്ലീഡർ പട്ടിക തയ്യാറാക്കിയത് മുഖ്യമന്ത്രി സതീശൻ നേരിട്ട് ചുമതലപ്പെടുത്തിയ സ്റ്റേറ്റ് അറ്റോർണി അനൂപ് നായരാണെന്ന് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സാബു തൊഴുപ്പാടൻ ആരോപിച്ചു. ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മാസങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതിയായ ഡോക്ടർ MK റാം പിടിയിൽ. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഡോക്ടർ റാമിനെ പിടികൂടിയത്. ഇയാളെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചിട്ടുണ്ട്. നേരത്തെ റാമിനെ തേടി അന്വേഷണ സംഘം ആന്ധ്രയിലെ ചിറ്റൂരിലെത്തിയിരുന്നു. എന്നാൽ റാം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. കേസിൽ മാസങ്ങൾക്ക് ശേഷമാണ് റാമിനെ പിടികൂടുന്നത്. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ 59ാമത് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേണം അധികാരമേറ്റു. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ചാൾസ് മൂന്നാമൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള ക്ഷണം സ്വീകരിച്ചു. ഇതോടെ കിയർ സ്റ്റാമറുടെ നേതൃത്വത്തിലുള്ള മുൻ ഭരണകൂടത്തിന് ഔദ്യോഗികമായി തിരശ്ശീല വീഴുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കിയർ സ്റ്റാമർ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തി രാജാവിന് തന്റെ രാജി സമർപ്പിച്ചത്. US-ഉം ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം കടുക്കുന്നതിനിടെ കുവൈത്തിലെ സുപ്രധാനമായ അൽ സുബിയ വൈദ്യുതി കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ പ്ലാന്റിൽ വൻ തീപിടുത്തമുണ്ടാവുകയും ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇറാൻ പ്രയോഗിച്ച നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനം വഴി തകർത്തതായി കുവൈത്ത് അറിയിച്ചു.
കൊച്ചിയിൽ പ്ലൈവുഡ് കമ്പനികളിലേക്ക് ബാലവേലയ്ക്കായി ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന 9 ആൺകുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം മിന്നൽ പരിശോധനയിലൂടെ മോചിപ്പിച്ചു. ബീഹാറിലെ ഉൾഗ്രാമങ്ങളിൽ നിന്നുമുള്ള അതിഥി തൊഴിലാളികളുടെ മക്കളെയാണ് ചൂഷണത്തിന് ഇരയാക്കാൻ കേരളത്തിലേക്ക് എത്തിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ട്രെയിനിൽ ഒപ്പം കൂട്ടിയ ബീഹാർ സ്വദേശികളായ 2 ഏജന്റുമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.